സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് കേന്ദ്രത്തിലും ഇതിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് അത് പരിഹരിക്കാനുള്ള നടപടി ഉണ്ടാക്കും. സാധാരണക്കാർക്ക് അത് വലിയ പ്രയാസം ചെയ്യുന്നുള്ളത് ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അതിൽ ഇടപെടാൻ കാര്യമായി ശ്രമിക്കും. വലിയ പ്രക്ഷോഭമൊന്നുമല്ല, അവിടുത്തുകാരല്ല പ്രക്ഷോഭം നടത്തുന്നത്, അത് ആദ്യം മനസ്സിലാക്കണം നിങ്ങൾ. അവിടുത്തുകാരല്ല, അവർക്ക് ഗുണം കിട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ സർക്കാരിൻ്റെ അത് കൊടുത്തിരിക്കുന്നത്. അവർക്ക് തദ്ദേശം വേൽക്കും ഇതിനെ എഫക്റ്റ് ചെയ്തവർക്കും സഹായം കിട്ടുന്ന നിലപാടെടുക്കണം എന്നുള്ളതാണ് രീതിയിൽ. അവർക്ക് ജോലി കിട്ടണം, അവർക്ക് നഷ്ടപരിഹാരം കിട്ടണം എന്നുള്ളതിന്. നഷ്ടപരിഹാരത്തിൻ്റെ കേസിലൊന്നും ഇടപെട്ടിട്ടില്ല. ആ സ്ഥലം സർക്കാരിന് അവർ ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. അത് വേണ്ട പറയുന്നത് ശരിയല്ല. അതിലിപ്പോൾ ചെയ്യാൻ പോകുന്നത് പഞ്ചായത്തുകാർക്ക് കൊടുത്തിട്ട് ആ പഞ്ചായത്തുകാർ ഇവർക്ക് എല്ലാ വീട്ടിലും തൊഴിലവസരം കിട്ടാനും സ്ത്രീകളുടെ കൂട്ടായ്മ ഉണ്ടാക്കി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതും അതേപോലെ ഫാം സ്കൂൾ നടത്താനുമാണ് പ്രപ്പോസലാണ് ഇപ്പോൾ പഞ്ചായത്ത് കൊടുത്തിരിക്കുന്നത്. അത് കിട്ടിയാൽ അവർക്ക് തന്നെയാണ് അതിൻ്റെ ഗുണം. അപ്പോൾ അവിടെ സമരം ചെയ്യുന്നതൊന്നും അവിടുത്തുകാരല്ല കേട്ടോ. അല്ല, അത് കോടതിയിലല്ലേ ചെയ്യുന്നത്. അതിനൊന്നും നമ്മളെതിരായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. കോടതിയിൽ അതിനെതിരായിട്ടുള്ള കേസിലോ ഒന്നും നമ്മൾ ഇടപെട്ടിട്ടില്ല. തീർച്ചയായും അത് അതിൻ്റെ പാട്ടിൽ പൊയ്ക്കോട്ടെ. ഇത് അതവിടെ അത് കോടതിയിലല്ലേ, കോടതിയിൽ കിടക്കുന്ന കാര്യങ്ങളല്ലേ, അതിൽ ഇവർക്കും ഇടപെടാലോ. ഇവരിടപെടുന്നത് ഇല്ല, അത് നഷ്ടപരിഹാരം ഇതുമായിട്ട് ബന്ധമില്ല. അവർ വലിയ കമ്പനിയല്ലേ, ഇവിടെ മാത്രമല്ലല്ലോ. ഇപ്പം അവിടെ അടിയന്തരമായി നമ്മൾ എത്ര കൊല്ലമായി അവർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൊടുക്കണ്ടേ? ഇതിനെ ബന്ധപ്പെട്ടവർക്ക് എഫക്റ്റ് ചെയ്തവർക്കൊരു ആനുകൂല്യം കിട്ടണ്ടേ? അതിപ്പോൾ തൽക്കാലം കിട്ടാനുള്ള ഒരു ഏർപ്പാടാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അല്ല, അവർക്ക് തൊഴിലവസരം ഉണ്ടാക്കി കൊടുക്കും. അവർക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയാൽ അതിൻ്റെ ലാഭത്തിൽ ഒരു വിഹിതം പോലും അവർക്ക് കൊടുക്കുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആ കേന്ദ്രങ്ങൾ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തന്നെ ചെറിയ അങ്ങനെയാണ് ഉദ്ദേശം. ഇപ്പോൾ ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ടൊക്കെ വരുന്നേ ഉള്ളൂ. ഉദ്ദേശം അതാണ്, അവർക്ക് തൊഴിലവസരം ഉണ്ടാക്കി കൊടുക്കുക, അഫക്റ്റ് ചെയ്ത ആളുകളുടെ കുടുംബങ്ങളെ രക്ഷിക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ട് അവർ നടത്തേണ്ടത്. അത് അന്വേഷിക്കാൻ വെച്ചിട്ട് തീർച്ചയായും ആരാണ് കുറ്റക്കാർ പറഞ്ഞാൽ അവർക്കെതിരായ ശക്തമായ നടപടി ഉണ്ടാകും. 2 സ്ഥലത്തും വന്നിട്ടുണ്ടായിട്ടുണ്ട്. ആ 2 സ്ഥലത്തും ചെയർമാൻ അന്വേഷിക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അന്വേഷിച്ച് റിപ്പോർട്ട് കിട്ടി അതനുസരിച്ച് ചെയ്യും. അതെ, മഴ പെയ്യുന്നതും കാറ്റടിക്കുന്നതിനും നമ്മൾ KSBയുടെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. പ്രകൃതിയെയും കുറ്റം പറയേണ്ട ഒരു സ്ഥിതിയല്ലേ. പ്രകൃതി അങ്ങനെ ഒരു വലിയ സംഭവങ്ങൾ നടക്കുമ്പോൾ ഡൽഹിയിൽ നടക്കണ കണ്ടില്ലേ, അതൊക്കെ നമ്മൾ പെട്ടെന്ന് കാറ്റും മഴയും വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇല്ല, അത് ചെയ്യുന്നുണ്ട്. അവർ 24 മണിക്കൂറും പണിയെടുക്കുന്നവരുണ്ട്. അവരെയും നമ്മൾ എത്ര ആളുകളാണ് അവരിൽ മരിക്കുന്നത്, അത് നിങ്ങൾ കാണണ്ടേ. അപ്പോൾ കഴിയുന്ന എത്ര ഇടപെടണം. അനാസ്ഥയിലാണെങ്കിൽ അതിൻ്റെ പേരിൽ നടപടി ഉണ്ടാവും. ഇല്ല, അത് പ്രത്യേകമായി ചെയർമാനെ ചുമതലപ്പെടുത്തിയിട്ട് അന്വേഷിച്ചിട്ട് ഒരു റിപ്പോർട്ട് കിട്ടിയാൽ അതനുസരിച്ച് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നാൽ അത് തീർച്ചയായിട്ടും നടപടി ഉണ്ടാവും. സഹായം ചെയ്തിട്ടുണ്ട്. അത് ചെയ്യും. അതുകൊണ്ട് മാത്രം പോരല്ലോ, ഇനി അത് ആവർത്തിക്കാതിരിക്കണ്ടേ.